നമ്മുടെ സംസ്ഥാനത്ത് ഏതാണ്ട് 50% ഹോട്ടലുകൾ അടച്ചുപൂട്ടേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാവുന്നത്. അത് എത്രത്തോളം നമ്മുടെ ജനജീവിതത്തെ ബാധിക്കുമെന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ പാചകവാതക പ്രതിസന്ധി ഹോട്ടൽ വ്യവസായത്തെ കാര്യമായി ബാധിക്കുന്നു എന്ന കാര്യത്തിൽ വലിയ സംശയങ്ങളൊന്നും തന്നെയില്ല. അത് വലിയ ഒരു പ്രതിസന്ധിയായി മാറുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. വലിയ റെസ്റ്റോറന്റുകൾ മുതൽ തട്ടുകടകൾ വരെ ഈ അടച്ചുപൂട്ടലിന്റെ ബക്കിലെത്തി നിൽക്കുന്ന കാഴ്ചയാണ് നമുക്കിപ്പോൾ നിലവിൽ ഇവിടെ കാണുവാൻ സാധിക്കുന്നത്. തലസ്ഥാനത്ത് പല കടകളും പ്രതിസന്ധിയെ തുടർന്ന് അടച്ചിടുക തന്നെ ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള റിപ്പോർട്ട് കൂടി നമുക്ക് കാണാം. ഗുഡ് ഈവനിംഗ് കേരളത്തിൽ. പാചകവാതക വിതരണത്തിൽ ക്ഷാമം നേരിടുന്നതിനാൽ പ്രതിസന്ധിയിലാകുന്നത് രാജ്യത്തെ ഹോട്ടൽ മേഖല കൂടിയാണ്. പാചകവാതക വിതരണം ഗാർഹിക ഉപയോക്താക്കൾക്ക് മാത്രമായി നിയന്ത്രിക്കണമെന്ന് കേന്ദ്ര പെട്രോളിയം മന്ത്രാലയം പറഞ്ഞതിന് പിന്നാലെ ഹോട്ടലുകളെ വലിയ രീതിയിലാണ് ഇവ ബാധിച്ചിരിക്കുന്നത്. തലസ്ഥാനത്തെ വിവിധ ഹോട്ടലുകളിൽ പ്രതിസന്ധി രൂക്ഷമാണ്. ഇല്ല, ഇനിയിപ്പോൾ കുറച്ചേ ഉള്ളൂ, ഒരു 1.5 സിലിണ്ടറേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ വന്നാലേ ഉള്ളൂ, ഇല്ലെങ്കിൽ സ്റ്റോപ്പ് ചെയ്യും. ഒന്നുമില്ല, ആ 4 ഉള്ളൂ, അത് കാലിയായി. ഇന്നും കൂടെ തീർന്നാൽ അതില്ല, നാളെ തൊട്ട് കട തുറക്കാൻ പറ്റൂല. കച്ചവടം ബാധിക്കും, പക്ഷെ നമുക്ക് ബുദ്ധിമുട്ടാണ് കച്ചവടം. പിന്നെ ഗ്യാസ് ഇല്ലായിരുന്ന കട തുറക്കാൻ പറ്റൂല. നന്ദാവനത്ത് സ്ഥിതി ചെയ്യുന്ന ഈ ഇടത്തരം ഹോട്ടൽ ഇന്ന് രാവിലെ വരുമ്പോൾ 4 ജീവനക്കാരുമായി തുറന്ന് പ്രവർത്തിക്കുകയായിരുന്നു. പ്രതിസന്ധി തങ്ങളെയും ബാധിക്കുന്നുണ്ടെന്ന് കടയുടമ പറഞ്ഞു. എത്ര ദിവസമായി ഈ ഒരു പ്രശ്നം നിങ്ങളെ ബാധിക്കാൻ തുടങ്ങി? ഒരാഴ്ച നമുക്ക് സിലിണ്ടർ നമ്മൾക്ക് വേണ്ട സിലിണ്ടർ നമുക്ക് ആവശ്യത്തിന് തരുന്നില്ല. എത്ര സിലിണ്ടർ ഉപയോഗിക്കും ഇവിടെ? ഒരു ദിവസം 2 സിലിണ്ടർ ഒരു ആവറേജ്. അതിപ്പോൾ പോയിട്ട് ഒരാഴ്ചയായിട്ട് 1 സിലിണ്ടറൊക്കെയാണ് ഒരു ദിവസം ചോദിച്ചാൽ തരുന്നത്. അത് 1 സിലിണ്ടർ എൻ്റെ കയ്യിലുണ്ട്, അത് കഴിഞ്ഞാൽ അതും ക്ലോസ്. ഉച്ചയ്ക്ക് ഇതേ കടയുടെ മുന്നിലൂടെ പോകുമ്പോൾ ജീവനക്കാരില്ലാത്ത കടയുടമ മാത്രം ജോലി ചെയ്യുന്ന കാഴ്ചയാണ് കാണുന്നത്. ഈ കാണുന്ന ഗ്യാസ് കൂടി കഴിഞ്ഞാൽ ഇനി എന്ത് ചെയ്യുമെന്നറിയാത്ത അവസ്ഥയാണ് ഈ കടയുടമയ്ക്കുള്ളത്. ഈ പ്രതിസന്ധി എന്ന് തീരുമെന്നൊരു ഉറപ്പുകൂടെ ഇല്ലാതെയാണ് ഇവരോരോരുത്തരും ജോലി ചെയ്യുന്നത്. കേവലം ഒരു ഹോട്ടൽ പ്രതിസന്ധി എന്നതിനപ്പുറത്തേക്ക് ഇവിടെയെല്ലാം ജോലി ചെയ്യുന്ന ജീവനക്കാരുടെ ഉപജീവന മാർഗം കൂടിയാണ് ഇല്ലാതാകുന്നത്. ക്യാമറ പേഴ്സൺ പ്രമോദ് പന്നിയോടിനൊപ്പം ദിൽന ദിനേശ്, കൈരളി ന്യൂസ്, തിരുവനന്തപുരം.